എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും. അപ്പം സുജാതയോട് ജയപാലൻ പറയുന്നുണ്ട്, ഇനി അവൻ ഈ മണ്ണിൻ്റെ അകത്ത് കാല് കുത്തരുത്, അങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാല് ഞാൻ വെട്ടും, വാക്ക് തരുന്നത് സൂക്ഷിച്ചു വേണമെന്ന് പറയുമ്പോൾ സുജാത പറയും, എൻ്റെ വാക്കും ഒന്നേ ഉള്ളൂ, അവൻ ഇനി ഈ മണ്ണിൻ്റെ അകത്ത് കാല് കുത്തത്തില്ല, ഈ പരിസരത്തോട്ട് പോലും അവൻ വരത്തില്ല എന്നൊക്കെ പറയും. അത്രയും പറഞ്ഞതിലേക്കും ജയപാലൻ എന്നാൽ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുന്നു. ജയപാലേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് സുജാത അങ്ങ് പോകും. പോയി കഴിയുമ്പോഴേക്കും ജയപാലൻ്റെ പണി തുടങ്ങി. ശാരദയോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് ശാരദേനെ ചൂട് കയറ്റുവാണ്. ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ നാട്ടുകാർ പല രീതിയിൽ പറയുന്നുണ്ട്. വിനീതിനെ അടിച്ചിട്ടിട്ട് അവർ ഗംഗയും കൊണ്ട് പോയി, എന്നിട്ട് ഇന്ന് രാവിലെയാണ് കൊണ്ട് ഇവിടെ ആക്കിയത് എന്ന് വരെ പറയുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, ഇപ്പം ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കാവേരി കയറി വരുന്നത്. അന്നേരം ശാരദ ചാടി എഴുന്നേക്കും. എന്നിട്ട് എവിടെയായിരുന്നത് ഇത്ര നേരം എന്ന് ചോദിക്കുമ്പം ഞാൻ ജോലി സ്ഥലത്തായിരുന്നു എന്ന് പറയും. അത് പറഞ്ഞു തീരുന്നത് ഒരെണ്ണം കരണം തീർത്ത് കൊടുക്കുകയാണ് കാവേരിയുടെ. അന്നേരം ഗംഗയ്ക്ക് ഇത് എന്ന് അമ്മ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മിണ്ടിപ്പോരുത് ഒരെണ്ണം, ശാരദ വളർത്തിയതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടായിട്ട് പറയുവാണ്, അതിങ്ങനെയാണ് വാ തുറന്നാൽ നുണ മാത്രമേ പറയുള്ളൂ എന്ന്. അന്നേരം ദേഷ്യപ്പെട്ട് കാവേരി അകത്തേക്ക് പോകും. പിന്നെയും ജയപാലൻ്റെ രീതിയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ശാരദയെ. അകത്തോട്ട് കാവേരി ചെല്ലുന്ന നീളമോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മോൾ ആകെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അന്നേരം നീളമോൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ചേച്ചി ഇങ്ങനെയായി പോയത് എന്ന്. അന്നേരം കാവേരി പറയും, അമ്മ ഇങ്ങനെ ആയത് അമ്മയുടെ കുഴപ്പം കൊണ്ടല്ല, അമ്മയെ ഓരോരുത്തർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന്. അന്നേരം നീളമോൾ പറയുന്നുണ്ട്, അമ്മയാണ് ജയപാലങ്ങളിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, ചേച്ചിയുടെ ജോലി സ്ഥലത്ത് അമ്മ പോയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കുള്ള ചോറുമായിട്ട്. അന്നേരം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞത് നീളമോൾ കാവേരിയോട് പറയും. അതുപോലെ ജയപാല് വന്ന അതിന് ശേഷം സുജാത വന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കാവേരിക്ക്. ഈ സമയം ജയപാലൻ ഫ്രണ്ടിൽ വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ അങ്ങ് സങ്കടപ്പെടുത്തുക. ഇനിയിപ്പം ഇവിടുത്തെ നാട്ടുകാരല്ലേ, അവർ പറഞ്ഞ് കയ്യിലൊരു കൊച്ചിനെ വരെ വെച്ച് തരും, ആ രീതിയിലായിരിക്കും ഇനി ഓരോന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നെങ്കിൽ ശാരദയ്ക്ക് ടെൻഷൻ കയറും. ഗംഗയുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുക. അന്നേരം അച്ഛമ്മ അവിടെ ഇരുന്ന്, ഈശ്വര, ഒരു ആൺതുണി ഇല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, ഓർക്കുമ്പോൾ പേടിയാവുകയാണ് എന്നൊക്കെ പറയുന്നെങ്കിൽ ജയപാലൻ, അതേ അമ്മ അങ്ങനെ പറ, കള്ളുകുടിയനാണെങ്കിലും മോശക്കാരനാണെങ്കിലും ഇവിടെ ഒരു ആണുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും ആരും ഒന്നും പറയുകയില്ലായിരുന്നു. എന്താണെങ്കിലും അരവിന്ദൻ ഗൾഫിലായിരുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? അതാണ് ഒരു ആൺതുണ വീട്ടിലുണ്ടായാൽ ഉള്ള ഗുണം. അതിനു വേണ്ടിയല്ലേ ഞാനൊരു ആലോചന കൊണ്ടുവന്നത്, അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ ഇനി തീരുമാനം? ഞാൻ അവരെ നാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തട്ടെ, എന്നിട്ട് നമുക്ക് ആ നിശ്ചയം അങ്ങ് നടത്താമെന്ന് പറയും. അന്നേരം പയ്യെ ഗംഗയുടെ മുഖത്തേക്ക് നോക്കുവാണ് ശാരദ. അന്നേരം വേണ്ട എന്ന് പറയുക കേട്ടോ ഗംഗയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല അയാളെ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അകത്ത് കാവേരി ഇതെല്ലാം കേട്ടുകൊണ്ട് ഇരിപ്പുണ്ടല്ലോ. കാവേരിക്ക് ദേഷ്യം വരും, ഇനി ഇത് കേട്ടുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയല്ല മോളെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ തുടങ്ങുക. അന്നേരം നീളമോൾ കൈ കയറി പിടിക്കും, വേണ്ട ചേച്ചി അങ്ങോട്ട് പോയാൽ ശരിയാകിയല്ല എന്ന് പറഞ്ഞാൽ. അന്നേരം മോള് വിട്, അല്ലെങ്കിൽ ശരിയാകിയല്ല എന്ന് പറഞ്ഞാൽ കാവേരി ഫ്രണ്ടിലോട്ട് വരും. എന്നിട്ട് ശാരദയോട്, അമ്മ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചേച്ചീനെ അയാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണോ? അത് നടക്കുകയില്ല, എനിക്ക് ഇഷ്ടമല്ല, ഇവിടെയുള്ള ആർക്കും അത് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഗംഗേച്ചിക്ക് അത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുവാണ് ജയപാലൻ കാവേരിയോട്. അന്നേരം കാവേരിക്ക് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം കാവേരി പറയുന്നുണ്ട്, ഇവിടെ ഒരു കള്ളക്കളിയും നടക്കുകയില്ല, ഗംഗേച്ചിക്ക് ഇഷ്ടമല്ലാത്ത ആ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ വിവാഹമാണോ ഏറ്റവും വലിയ കാര്യം, വിവാഹമൊക്കെ പയ്യെ പോരെ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ജയപാലൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ജയപാലൻ, ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നാട്ടിൽ മൊത്തം പാട്ടായി, പിന്നെ വേറൊരു കല്യാണം വരുമെന്ന് ആർക്കറിയും, ഇപ്പം ഓരോ വീട്ടിലും പോയി എൻ്റെ മോൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ അതിനു മുമ്പേ രക്ഷപ്പെടുത്തിയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ കൊണ്ടുവന്ന വിവാഹം നടക്കുവാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം വന്നാൽ ആ തിരുവല്ലയിൽ നിന്ന് അവരെല്ലാം അവിടെ നിന്ന് ഇളകി വരും, അതുപോലെ ബലം കൂടും നമുക്ക്, അതുകൊണ്ട് ആ വിവാഹം നടത്തുന്നത് നല്ലത് എന്നൊക്കെ പറയുന്നതേക്കും കാവേരി സമ്മതിക്കത്തില്ല. അന്നേരം ഈ ചതിയം പറയുന്നത് കേട്ടുകൊണ്ട് അമ്മ ആ കല്യാണം നടത്താൻ വേണ്ടി മുതിരണ്ട എന്ന് പറയുന്നതേക്ക് പിന്നെയും കാവേരി അടിക്കുവാണ് ശാരദ. അന്നേരം ഗംഗയൊക്കെ പറയുന്നുണ്ട്, അമ്മ ഇതെന്നതാ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മിണ്ടരുത്, ഒരെണ്ണം മിണ്ടരുത്, ഇനി ഞാനാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ജയപാലേട്ടൻ അവരോട് വരാൻ പറഞ്ഞു, നമുക്ക് ഈ വിവാഹം നടത്താം, ഇവളല്ല കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് പറയും. അത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ജയപാലൻ കാവേരിയോട് പറയുന്നുണ്ട്, മോളെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആളും തരവും നോക്കി സംസാരിക്കണം, എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിഷമിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നതെങ്കിലും കാവേരിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കൈ ചുരുട്ടി പിടിക്കുക. അന്നേരം യമുന പയ്യെ കയ്യിലേക്ക് കയറി പിടിക്കുവേ, ഇനി തല്ലൊന്നും ചെയ്യാനുണ്ടല്ലോ എന്ന് കരുതിയായിരിക്കും. അന്നേരം
ജയബാലൻ പറയുന്നുണ്ട് വീണ്ടും കാവേരിയോട്, നീ ഒന്നും വിചാരിച്ചാൽ ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല, പെടക്കോഴി കൂവിയിട്ട് നേരം വെളുത്ത് ചരിത്രം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ദേഷ്യം വന്നിങ്ങനെ വിറഞ്ഞു കയറുവാണ് കാവേരി. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജയബാലൻ അങ്ങ് പോയി കഴിയുമ്പോഴും കാവേരിക്ക് ഇഷ്ടമല്ല കേട്ടോ ഈ വിവാഹം നടത്തുന്നത്. അങ്ങ് ജയബാലൻ ഇറങ്ങി കഴിയുന്നതേ കാവേരിയെ ചുമ്മാ ഇട്ടങ്ങ് തല്ലുവാണ് ശാരദ. അന്നേരം അവരെല്ലാം കയറി പിടിച്ചിട്ട് അമ്മ എന്നത് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്, ഇങ്ങനെ ഒരു വിവാഹം നടത്തേണ്ടി വന്നതും അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ബഹളം വയ്ക്കുമ്പോൾ അമ്മ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും കൂടി. പിന്നെ കുറേ കഴിഞ്ഞ് അരവിന്ദൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്ന ശാരദയാണ് കാണിക്കുന്നത്. അന്നേരം ഗംഗ പറയും, അമ്മ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്, അത് അച്ഛന് മുമ്പ് വെച്ച് തന്നെ പറയാം. അമ്മ എന്തിനാണ് എപ്പോഴും കാവേരി തല്ലുന്നത്, അവൾ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പം, പിന്നെ ഇവളുടെ വായിലെ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ തല്ലാതെ പിന്നെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം കാവേരി ചോദിക്കും, ഞാൻ എന്താ അമ്മ ചെയ്തത്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്താലല്ലേ അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ, അറിഞ്ഞും ഓരോന്ന് ചെയ്തല്ല നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം, നീ ചെയ്തതിൻ്റെ ഗുണമായി ഇപ്പം വരുത്തി വെച്ചേക്കുന്നത്, ഇതിപ്പം മാനത്തോടെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയെത്തി, ഇവിടുത്തെ നാട്ടുകാരുടെ നാക്ക് ജയബാലേട്ടൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പം കാവേരി പറയുന്നുണ്ട്, അത് അമ്മയുടെ ജയബാലേട്ടന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് പരദൂഷണം പറഞ്ഞത്, ഇനിയിപ്പം ആൾക്കാരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ കുറേ കഴിയുമ്പോൾ ആൾക്കാരത് മറന്നു പോയിക്കോളൂ എന്ന് പറയുവാണ്. അന്നേരം ശാരദ പറയും, പിന്നെ ഒരു കുഴിയാനെ കണ്ടിട്ടുണ്ടെങ്കിൽ 8 ആനയുടെ ആറാട്ട് നടത്തി എന്ന് പറയുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളത്, അവരുടെ നാക്ക് എനിക്കറിയാം, അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട, നീ ഒറ്റയിരുത്തിയതിനെല്ലാം കാരണം എന്ന് പറയുന്നുണ്ട്. അന്നേരം കാവേരി ചോദിക്കും, ഞാൻ പിന്നെ എന്നാ ചെയ്യുന്നായിരുന്നു, ഒന്നും ചെയ്യാതെ ഈ വീടിനകത്ത് കയറി ഇരിക്കണമായിരുന്നു, എങ്ങനെ ഭക്ഷണം കഴിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പം ശാരദ പറയാം, തെണ്ടി ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ മാനം കളഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ലതാണ് എന്നൊക്കെ പറയുവേ. അന്നേരം കാവേരിക്ക് ദേഷ്യം വരും. അന്നേരം കാവേരി പറയുവാണ്, അമ്മയുടെ ആ കള്ളൻ ആ ചതിയനെ വിശ്വസിച്ച് അമ്മ മുന്നോട്ട് പോയിക്കോ, അമ്മ അനുഭവിക്കാൻ പോകുന്നുള്ളെന്ന് പറയുമ്പോൾ, ആരാടി കള്ളൻ, ആരാടി ചതിയൻ എന്നൊക്കെ ചോദിച്ച് കാവേരിയെ പിന്നെ എന്തെങ്കിലും. അന്നേരം കാവേരി പറയുന്നുണ്ട്, എന്നെ എത്ര തല്ലിയാലും ഞാൻ പറയും അങ്ങേരെ ചതിയനാണ് എന്ന്, അയാളുടെ ആ ചതിയുടെ മുഖം മൂടി ഒരിക്കൽ അഴിഞ്ഞു വീഴും, അന്ന് അമ്മ നെഞ്ചുകൂട്ടി കരയും എന്നൊക്കെ പറഞ്ഞിട്ട് കാവേരി അകത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് വീടിൻ്റെ പുറവശത്ത് നിന്ന് സംസാരിക്കുന്ന വിനീതിനെയും അതുപോലെ അച്ചമ്മയാണ്. അപ്പോൾ വിനീത് നടന്ന സംഭവങ്ങളൊക്കെ അച്ചമ്മയോട് പറയുന്നുണ്ട്, സിനിമയെ കാണുന്ന പോലെയൊന്നുമല്ല, അടി കൊടുത്തു കഴിയുമ്പോൾ കൈക്ക് നല്ല വേദനയാണ്, എങ്കിലും ഞാൻ ഒരു വിധം അവന്മാരെ അടിച്ചു ഒതുക്കി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അച്ചമ്മയ്ക്ക്. അങ്ങനെ വേണടാ, നന്നായിട്ട് ഇടിച്ചിടിച്ച് കൈക്ക് ബലം വെപ്പിക്കണം, അങ്ങനെ നീ ഗംഗയെ രക്ഷിച്ചു കഴിയുമ്പോൾ അവളുടെ മനസ്സിൽ ഇപ്പം നീ മാത്രമേ കാണുകയുള്ളൂ, അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരുന്നോ, ജയബാലൻ വന്ന് ഇവിടെ എന്തൊക്കെയോ ഒന്ന് ഇളക്കിയിട്ടാണ് പോയേക്കുന്നത്, അതുകൊണ്ട് ശാരദ ചിലപ്പോൾ ഇടഞ്ഞു നിൽക്കുമായിരിക്കും, എങ്കിലും നീ പിന്മാറരുത്, വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ നീ അവളെ കൊണ്ട് അങ്ങ് ഒളിച്ചോടിക്കോണം എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ഈ പറയുന്നതെല്ലാം അങ്ങ് മാറി നിന്ന് ശാരദ കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശാരദ ഇവരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് എനിക്കെന്താ പണി, ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, പിന്നെ എഴുന്നേക്കണം, ഭക്ഷണം കഴിക്കണം, അതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. എന്നാൽ അതിലേതെങ്കിലും പോയി ചെയ്യേ എന്ന് പറയുവാണ്. അന്നേരം അച്ഛമ്മ ഇങ്ങനെ നിൽക്കും പോകാതെ. അന്നേരം അമ്മയോട് പോകാനാ പറഞ്ഞത് എന്ന് ഇത്തിരി ഒന്ന് കടുപ്പിച്ച് പറയും. അച്ഛമ്മ അങ്ങ് പോയി കഴിയുമ്പോൾ വിനീതിനോട് ചോദിക്കുവാണ്, ഇതെന്താ വിനീത്, വീടിൻ്റെ പുറകുവശത്തൂടെയാണ് ഒരു വീട്ടിലേക്ക് വരുന്നത്, നേർവഴിയൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കുക. അന്നേരം അല്ലമ്മ, ഞാൻ ഫ്രണ്ട് വശത്തോടെയാണ് കയറി വന്നത്, അച്ഛമ്മ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കുറുക്ക് വഴിക്കുക എന്ന് പറയും. അന്നേരം ശാരദ പറയുവാണ്, ഇനി അങ്ങനെയുള്ള കുറുക്കുവഴിയൊന്നും നോക്കണ്ട, ഒരു പെണ്ണിൻ്റെ വിവാഹം നടത്താനുള്ള വീടാണ്, അതുകൊണ്ട് നേർവഴി നോക്കിയാൽ മതി എന്ന് പറയും. എന്നിട്ട് വിനീതിനോട് പറയുവാണ്, ദൈവത്തെ ഓർത്ത് വിനീത് സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇനി വരരുത്, ചെയ്തതെല്ലാം സഹായമാണ്, അതിൻ്റെ നന്ദിയുമുണ്ട്, പക്ഷേ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ഇങ്ങോട്ട് വരാതെ ഇരിക്കണം, ആ പെങ്കൊച്ചിൻ്റെ വിവാഹം ഞാനൊന്ന് നടത്തി വിട്ടോട്ടെ എന്ന് പറഞ്ഞ് കൈകൂപ്പി പിടിച്ച് നിൽക്കുക. അന്നേരം വിനീത് പറയും, എന്തിനാ അമ്മായി എൻ്റെ അടുത്ത് ഇങ്ങനെ കെഞ്ചുന്നത്, അതിൻ്റെ ആവശ്യമില്ല, അമ്മായി പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരില്ല, ഇനി ഒരു ശല്യത്തിന് ഞാൻ വരാനുമില്ല എന്ന് പറഞ്ഞിട്ട് വിനീത് അങ്ങോട്ട് പോകുന്നു. ആകെ സങ്കടമാവും കേട്ടോ നമുക്കത് കാണുമ്പം. ഒരു നന്ദിയില്ലാത്ത രീതിയിലാണ് ശാരദ ഇതെല്ലാം പറയുന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്, കടയിൽ പോയി ഈ സങ്കടങ്ങളെല്ലാം പറയുമ്പോൾ അവരെല്ലാവരും വിനീതിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ വിനീതും ഉണ്ട് കേട്ടോ, നെവിനും ഉണ്ട് കേട്ടോ. അപ്പം അവർ പറയുന്നുണ്ട്, വിട്ടുകൊടുത്തും നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റും, അവർ നന്നായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മതി നമുക്ക്, അതല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഗംഗയും കാണിക്കുന്നുണ്ട്. ഗംഗ നീളമോളെ ഉറക്കിയിട്ട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങുവാണ്. അന്നേരമാണ് കാവേരി അങ്ങോട്ട് കയറി വരുന്നത്. ഗംഗയ്ക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ ആ വിവാഹം നടത്തുന്നത്, അവർക്ക് ആർക്കും ആ ചെറുക്കനെ ഇഷ്ടമല്ല. ശാരദ ശരിക്കും കാവേരി പറഞ്ഞതുപോലെ തൈക്കളവനെ ആണെങ്കിലും വേണ്ടില്ല കെട്ടിച്ച് ഭാരം ഒഴിപ്പിക്കാൻ നോക്കുന്നത് പോലെ തോന്നുന്നുണ്ട് കാണിക്കുന്നത് കാണുമ്പം. ഏതായാലും സങ്കടം പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഗംഗ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ പോയപ്പം എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ സ്വപ്നങ്ങളും തൂത്തുവാരിക്കൊണ്ടാണ് പോയത്, ഇനി എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുന്ന ഗംഗയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.